എനിക്ക് ചിരി വരികയായിരുന്നു റജി ലോക്കസിന്റെ ഈ പറയുന്ന ഈ ക്യാപ്സൂളുകളൊന്നും ഏക്കുന്നില്ല. കാരണം നമുക്കറിയാം, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് അല്ലെങ്കിൽ എവിടെ എത്തും? ഇന്ന് ഈ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ കൊണ്ടുപോയിടുന്ന കാണിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു വച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ SIT രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ അയ്യപ്പന്റെ സ്വർണം ഇതുപോലെ കാലാകാലങ്ങളായി നഷ്ടപ്പെട്ടതുപോലെ ഇനിയും ഭാവിയിൽ നഷ്ടപ്പെടുമായിരുന്നു. റജി ലോക്കസ് പറഞ്ഞു വച്ച ഈ അയ്യപ്പന്റെ സ്വർണവുമായി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ് CPM ആണ് കണ്ടുപിടിച്ചത്, അതല്ലെങ്കിൽ ഈ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് കണ്ടുപിടിച്ചതെന്ന റജി ലോക്കോസും അല്ലെങ്കിൽ CPM ഇപ്പൊ എത്തിയിരിക്കുന്നത് കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറങ്ങാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഒന്നെങ്കിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം ഈ പറയുന്ന ആളുകൾ കട്ടു എന്ന് സമ്മതിക്കണം, അതല്ലെങ്കിൽ കട്ടിട്ടില്ല എന്ന് സമ്മതിക്കണം. കട്ടിട്ടില്ല എന്ന് സമ്മതിക്കേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഇവരുടെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ SITയുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് CPM-ഉം സംസ്ഥാന സർക്കാരും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക. ഇന്നലെ ശബരിമലയുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയശ്രീയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന S. ശ്രീകുമാറിന്റെയും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു നിരീക്ഷണമുണ്ട്. ഈ കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം ഈ കേസിൽ ഇവരിൽ ഒതുങ്ങുന്നതല്ല, അതല്ലെങ്കിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടവരിൽ ഒതുങ്ങുന്നതല്ല ഈ കേസ്, മറിച്ച് ഉന്നതരിലേക്കും ഇതിന്റെ പങ്ക് പോയിട്ടുണ്ട്. ആ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടു പറയുന്ന ആരായിരുന്നു? ജയശ്രീ ശബരിമലയുടെ സെക്രട്ടറി ആയിരുന്നു, ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് SITയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം സീൽഡ് കവറിൽ SIT സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം നമുക്കറിയാം, ED ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കൊടുത്ത അപേക്ഷ അവിടുത്തെ കോടതി തള്ളിയപ്പോൾ അതിനെതിരെ ED കൊടുത്ത അപേക്ഷയിന്മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ശബരിമല ബെഞ്ച് പറഞ്ഞത് എന്താ? ED കേസിൽ പരിശോധിക്കട്ടെ, ED പരിശോധിക്കട്ടെ, എന്താ തെറ്റ്? EDക്ക് രേഖകൾ കൈമാറാനും വീണ്ടും EDയോട് കോടതിയെ സമീപിക്കാനോ പറഞ്ഞത്. അപ്പോൾ ഈ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാവനമായ ശബരിമലയുടെ ഈ സ്വർണം അപഹരിക്കപ്പെട്ടിട്ടുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തിന് വ്രണമേറ്റിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ന് പത്മകുമാറിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. ആരാ ഈ ഹൈറാർക്കിയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഈ മോഷണ ശ്രമം നടത്തിയവരുടെ മോഷണം നടത്തിയവരെ ഹൈറാർക്കി നമുക്കൊന്ന് പരിശോധിക്കാം. S. ശ്രീകുമാർ, ജയശ്രീ, N. വാസു, പത്മകുമാർ. ഇപ്പൊ ചെറിയ ഫുൾ സ്റ്റോപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് എവിടേക്കാണ് പോകണ്ടേ? അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോയി കടകംപള്ളിയിലേക്ക് എത്തണം. ഇപ്പൊ നമ്മുടെ ക്യാപ്ഷൻ തന്നെ ഈ പത്മകുമാറിന്റെ കൈ വിടുമോ അല്ലെങ്കിൽ കൈ വിട്ടോ എന്ന് ചോദിച്ചാൽ, പത്മകുമാറിന്റെ കൈ വിട്ടാൽ സംസ്ഥാന സർക്കാരിനും CPM-നും അറിയാം